ദൈവത്തിന് നന്ദിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിത ഫേസ്ബുക്കിലൂടെയാണ് അവർ പ്രതികരിച്ചത്. ഇരുട്ടിൽ ചെയ്ത പ്രവർത്തികൾ ദൈവം കണ്ടെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമെന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു. എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കേട്ടെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യതയില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ആദ്യം പരാതി നൽകിയ അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതിയും കിട്ടിയതോടെ അയാളെ പൊക്കിയിരിക്കുകയാണ് പോലീസ്. പോലീസിനെ കബളിപ്പിച്ച് ഒന്നും രണ്ടും പരാതി കിട്ടിയപ്പോൾ പോലീസിനെ കബളിപ്പിച്ച് രാഹുൽ മുങ്ങിയിരുന്നു. കേരള പോലീസിന് ആകെ അപമാനമുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. രാഹുലിനെ പിന്തുടർന്ന് പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. രാഹുൽ MLA എന്ന നിലയിൽ തൻ്റെ ബന്ധങ്ങൾ വിനിയോഗിച്ചു. മൂന്നാമത്തെ പരാതി പോലീസ് രഹസ്യമായി വയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കാണ് പരാതി ലഭിച്ചത്. മൂന്നാമത്തെ പരാതി നൽകിയ അതിജീവിത കാനഡയിലാണ്. കാനഡയിലിരുന്ന് ഇമെയിൽ വഴി പരാതി അയക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ തെളിവുണ്ട്. രാഹുലിനെ അവർ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. രാഹുലിന് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ വരെ തീരുമാനിച്ചിരുന്നു. അവരിൽ നിന്ന് പണം, സ്വർണം, സമ്മാനങ്ങൾ ഒക്കെ ഊറ്റി രാഹുൽ. അവരെ വിവാഹം കഴിക്കാം എന്നായിരുന്നു വാഗ്ദാനം. അവരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അവരുമായി ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ ഓവുലേഷൻ സമയമാണെന്ന് അവർ പറഞ്ഞിട്ടും രാഹുൽ സമ്മതിച്ചില്ല. ഓവുലേഷൻ സമയമായതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിക്കണം എന്നായിരുന്നു രാഹുലിൻ്റെ ആവശ്യം. എന്തായാലും പിന്നീട് രാഹുലിൻ്റെ തനിനിറം അവർ കണ്ടു. രാഹുൽ സൈക്കോപാത്തിനെ പോലെ പെരുമാറി. രാഹുൽ കൃത്യമായി ഒരു സൈക്കോപാത്താണെന്ന് തെളിഞ്ഞു അവർക്ക്. എന്തായാലും പിന്നീട് രാഹുൽ അവരെ വഞ്ചിച്ചു. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ നുകരുന്ന ശലഭത്തെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, തേൻ നുകരുന്ന വണ്ടിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാറി നടന്നു. ഒടുവിൽ അയാൾക്ക് കുരുക്ക് മുറുകി. ഇന്നലെ രാത്രി 12:30 രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് പോലീസ് വളരെ രഹസ്യമായി വെച്ചു. എന്തെങ്കിലും ചോർന്നു കിട്ടിയാൽ അയാൾ കോടതിയിൽ അഭയം പ്രാപിക്കുമായിരുന്നു. പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ DYFI യുവമോർച്ച പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ചുരുക്കത്തിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ, കണ്ണടയ്ക്കും മുമ്പ് കുതിച്ചുയർന്ന യുവ രാഷ്ട്രീയ നേതാവിൻ്റെ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്കെച്ച് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കൃത്യമായാണ് പോലീസ് നീങ്ങിയത്. അതനുസരിച്ച് പോലീസ് ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടത്തി. പാലക്കാട് ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈലുകൾ ആദ്യം തന്നെ പോലീസ് പിടിച്ചു വാങ്ങി. അതിനുശേഷം രാഹുൽ താമസിച്ചിരുന്ന മുറിയിലെത്തി അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും ആദ്യം പരാതി നൽകിയ അതിജീവിതയുടെ കുറിപ്പ് വൈറലായി മാറുകയാണ്. അവർ അനുഭവിച്ച ആത്മസംഘർഷം, അവർ അനുഭവിച്ച അപമാനം, അവർ അനുഭവിച്ച വേദന ഒക്കെ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. യുവതികളെ ഗർഭിണിയാക്കിയ ശേഷം ഗർഭചിത്രം നടത്തുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിനോദമാണെന്ന് ഇതോടെ തെളിഞ്ഞു.
സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള യുവതികളെയാണ് ഇയാൾ വേട്ടയാടുന്നത്. അവരിൽ നിന്ന് പണം ഊറ്റിയെടുക്കാൻ ഇയാൾക്ക് പ്രത്യേക വൈഭവവും ഉണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ആപ്പിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച കോൺഗ്രസ് പ്രവർത്തകരും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും അയാളെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാടുള്ള കോൺഗ്രസ് പ്രവർത്തകർ. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് നിന്നാൽ ജയിപ്പിക്കും എന്ന് വാശി പിടിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാർ പാലക്കാടുണ്ട്. ചുരുക്കത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും മേലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരുന്ന കാഴ്ചയാണ് ഈ അടുത്തിടെ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. സ്വതന്ത്രനായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കാൻ ഒരു വിഭാഗം പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറെടുത്തിരുന്നു. പൊളിറ്റിക്സ് കേരള അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്തായാലും ഇനി അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊലിക്കുന്നത് പോലെ പോലീസ് തൊലിച്ചെടുത്ത് പുറത്ത് കാട്ടിയിരിക്കുന്നു. രാഹുലിനെതിരെ നിരവധി പരാതികളാണ് വന്നത്. അതിൽ മൂന്ന് പേർ മാത്രമാണ് നിയമപരമായി പരാതിയുമായി മുന്നോട്ട് വന്നത്. ആ മൂന്ന് പേരുടെ പരാതി വളരെ ശ്രദ്ധേയമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈക്കോപാത്താണെന്ന് ഇതിലൂടെ തെളിഞ്ഞു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയത്തിലേക്ക് ഒരു റീ എൻട്രി ഉണ്ടാകണമെങ്കിൽ അയാൾ സ്വതന്ത്രനായി പാലക്കാട് നിൽക്കണം. MLA സ്ഥാനത്ത് നിന്ന് അയാളെ അയോഗ്യനാക്കാൻ സ്പീക്കർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള നിയമ നടപടികൾ സ്പീക്കർ ആലോചിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA ഇങ്ങനെയൊരു വിവാദത്തിൽ പെടുന്നത്. ആകെ മൊത്തം രാഹുൽ നാറി. കോൺഗ്രസിനെയും അയാൾ നാറ്റിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കോൺഗ്രസിനും മേലെ അയാൾ വളർന്നു. കോൺഗ്രസ് പുറത്താക്കിയത് കൊണ്ട് തന്നെ പാലക്കാട് സ്വതന്ത്രനായി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ. പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ പിന്തുണ അയാൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് വല്ലാത്ത ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ആ ധൈര്യത്തിന് മേൽ ആണിയടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് വളരെ കൃത്യമായി തന്നെ നീങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ന് പുറം ലോകം കാണും എന്നത് അനിശ്ചിതത്വത്തിലാണ്. എന്തായാലും അയാൾക്ക് പിന്നിൽ ആൾക്കാരുണ്ട് എന്നത് ശ്രദ്ധേയം. അയാളെ ഒളിപ്പിക്കാനും അയാളെ സംരക്ഷിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഇപ്പോഴും അയാൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ CPMന്റെ കളിയാണ് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ ധാരാളമുണ്ട്. അതൊക്കെയാണ് ഇയാൾക്ക് പിൻബലം ഏകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA സ്ഥാനം തെറിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു.